ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചതായിട്ടത് ഈശോ സമരിയക്കാരി സ്ത്രീയുടെ സംസാരിക്കുന്ന രംഗമാണ്. ശിഷ്യന്മാരെല്ലാവരും നഗരത്തിലേക്ക് പോയ സമയത്ത് ഈശോ ആ യാക്കോബിന്റെ കിണറിന്റെ അരികെ വരുന്നു. അവിടെ സമരിയക്കാരി വരികയാണ്. 6 മണിക്കൂറായിരുന്നു അത് എന്ന് പറയുന്നുണ്ട്. അവിടെ സമരിയക്കാരി വരുമ്പോൾ ഈശോയും സമരിയക്കാരി സ്ത്രീയും തമ്മിൽ സംസാരിക്കുകയാണ്. ഈശോ പറയുകയാണ്, നീ എനിക്ക് വെള്ളം കുടിക്കാനായിട്ട് വെള്ളം തരിക എന്ന് പറയുമ്പോഴാണ് ഈ സംഭാഷണത്തിന്റെ തുടക്കം നമ്മൾ കാണുന്നത്. പിന്നീട് സംഭാഷണം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പ്രകാരം കാണുന്നുണ്ട്. ഈശോ പറയുകയാണ്, ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല. നീ പറയുന്ന ജലം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കും, പക്ഷെ ഞാൻ നൽകുന്ന ആ ജലം കുടിക്കുന്നവന് വീണ്ടും ഒരിക്കലും ദാഹിക്കില്ല എന്ന് പറയുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആത്മീയ വരങ്ങളെ കുറിച്ചാണ് ഈശോ ഇവിടെ പറയുന്നത്. ഈശോ പറയുകയാണ്, ആത്മീയമായിട്ടുള്ള വരങ്ങളും ദാനങ്ങളും നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മറ്റൊന്നിനും വേണ്ടി ദാഹിക്കേണ്ട ആവശ്യം വരില്ല. ഈ ലോകം നൽകുന്ന ചില ദാഹശമനങ്ങൾ അല്ലെങ്കിൽ ലോകത്തിൻ്റെതായിട്ടുള്ള ചില ആഗ്രഹങ്ങൾ അതിന്റെ പിന്നാലെ പോയാൽ വീണ്ടും വീണ്ടും നമുക്കൊരു സംതൃപ്തി വരികയില്ല എന്നുള്ളതാണ്. പക്ഷെ ദൈവത്തിന്റെ ദാനം, ദൈവം നൽകുന്ന ചില വരങ്ങളും കൃപകളും എല്ലാം അത് സ്വീകരിക്കുന്നവനും പിന്നീട് ഒരിക്കലും അതിനുവേണ്ടി ദാഹം ഉണ്ടാവുകയില്ല എന്ന് ഈശോ പറയുകയാണ്. ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കില്ല. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷഭാഗം വായിച്ചു ചെയ്യുമ്പോൾ ആത്മീയമായ വരങ്ങൾക്ക് വേണ്ടി നമുക്ക് ദാഹിക്കാം. കാരണം ഈ ആത്മീയമായ വരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മറ്റു പലതിനും വേണ്ടി ദാഹിക്കുന്ന ആ ഒരു സ്വഭാവം തീർക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇന്നത്തെ സുവിശേഷഭാഗം വായിച്ചു ചെയ്യുമ്പോൾ ആത്മീയ ദാനങ്ങൾക്കായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി